ഹായ് വെൽക്കം ബാക്ക്. ഈ വീഡിയോ നിങ്ങൾ കാണുന്ന സമയത്ത് നിങ്ങൾ വല്ലാത്തൊരു പാനിക് മൊമെന്റിലായിരിക്കും. കാരണം ഇനി കഷ്ടിച്ച് 24 മണിക്കൂറേ ഉള്ളൂ നമ്മുടെ എക്സാമിന് വേണ്ടിയിട്ട്. സോ ഈ ഒരു സമയത്ത് എങ്ങനെയെങ്കിലും ഒരു 40 മാർക്കെങ്കിലും എനിക്ക് പാസ് ആവാനുള്ള മാർക്ക് സെറ്റാക്കി തരുമോ സാറേ എന്ന് ഒരുപാട് പേര് കഴിഞ്ഞ ലൈവുകളിലൊക്കെ കമന്റ് ചെയ്തിരുന്നു. നിങ്ങളോട് ആദ്യം എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ മോഡൽ എക്സാമിനോ അല്ലെങ്കിൽ കഴിഞ്ഞ വർഷമോ കണ്ട ക്വസ്റ്റ്യൻസിലെ ഈ പ്രാവശ്യം ചിലപ്പോൾ റിപ്പീറ്റ് ചെയ്തോളണമെന്നില്ല. കഴിഞ്ഞ പ്രാവശ്യം അല്ലെങ്കിൽ കഴിഞ്ഞ മോഡലിന് ലെറ്റ്സ് സേ നിങ്ങളോട് ബ്ലർബ് റൈറ്റിങ്ങോ അല്ലെങ്കിൽ സെമിനാർ റിപ്പോർട്ടോ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അത് ഇപ്രാവശ്യം നിങ്ങൾക്ക് അത് കാണാൻ വേണ്ടി പറ്റണമെന്നില്ല. പക്ഷേ ഒരു 99 മുതൽ 100% കേസുകളിലും നമ്മളോട് ചോദിക്കാൻ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങളുടെ ലാസ്റ്റ് മിനിറ്റ് സേവിയർ ആണ്. നിങ്ങളെ സേവ് ചെയ്യാൻ പോകുന്ന അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു 40 മാർക്ക് സെക്യൂർ ചെയ്യാൻ പറ്റുന്ന ഒരു വീഡിയോ ആണ് ഇന്നത്തെ ഈ ഒരു കുറഞ്ഞ സമയം കൊണ്ടുള്ള ഒരു വീഡിയോ. ഇത് സ്കിപ്പ് ചെയ്യാതെ മുഴുവനും കാണുക എന്നുള്ളതാണ് ഈ ഒരു അവസാന നിമിഷത്തിൽ നിങ്ങൾക്ക് നിങ്ങളോട് തന്നെ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല കാര്യം എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ഒരു 99 to 100% കേസുകളിലും നമ്മളോട് ഏറ്റവും കൂടുതൽ തവണ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇതിന്റെ ഒരു ടോട്ടൽ വെയിറ്റ് ഏകദേശം ഒരു 40 മാർക്ക് വരും കേട്ടോ. ഓക്കെ, ഒന്നാമതായിട്ട് നമുക്ക് ഗ്രാമറിൽ നിന്ന് തന്നെ തുടങ്ങാം. ഇപ്രാവശ്യം നിങ്ങളോട് ഏറ്റവും കൂടുതൽ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു സാധനമായിരിക്കും റിപ്പോർട്ടഡ് സ്പീച്ച് എന്ന് പറയുന്നത്. ഇത് നമുക്ക് മോഡലിന് കണ്ടിരുന്നു, പക്ഷെ ഇപ്രാവശ്യം നമുക്കിത് പ്രതീക്ഷിക്കാവുന്ന ക്വസ്റ്റ്യൻ ആണ് റിപ്പോർട്ടഡ് സ്പീച്ച് എന്ന് പറയുന്നത്. സോ റിപ്പോർട്ടഡ് സ്പീച്ചിന് ഞാനിവിടെ ഒരു ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്. 2025 മോഡലിന് നമ്മളോട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ്. ഇതിനെങ്ങനെ റിപ്പോർട്ട് ചെയ്തെടുക്കാം എന്ന് നമുക്ക് നോക്കാം. റിപ്പോർട്ട് ദ ഫോളോയിങ് കോൺവെർസേഷൻ ബിറ്റ്വീൻ റോബർട്ട് ബാൾഡ്വിൻ ആൻഡ് മാർത്ത. ഈ കോൺവെർസേഷനെ നമുക്ക് ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്ക് മാറ്റി എഴുതാനാണ് ചോദിച്ചിരിക്കുന്നത്. മാർത്ത ചോദിക്കുക, ഡിഡ്ന്റ് യു അക്സെപ്റ്റ് ദ മണി ദാറ്റ് ഗ്രഷാം ഓഫേർഡ് എന്നുള്ളതാണ് ചോദ്യം. അതിന് ബാൾഡ്വിൻ മറുപടി പറയുന്നത്, ഐ ഹാവ് ലിവ്ഡ് ആൻ ഓണറബിൾ ലൈഫ് ഓൾ ദീസ് ഇയേഴ്സ് ആൻഡ് സോ ഐ വോണ്ട് ടേക്ക് ബ്രൈബ് ഫ്രം എനി വൺ എന്നുള്ളതാണ് ബാൾഡ്വിൻ അതിന് കൊടുത്തിട്ടുള്ള മറുപടി. ഇതിനെങ്ങനെ നമുക്ക് റിപ്പോർട്ട് ചെയ്യാം? ഇത് റിപ്പോർട്ട് ചെയ്യുന്നതിന് മുന്നേ നമുക്ക് 3 കാര്യങ്ങൾ മനസ്സിലാക്കണം റിപ്പോർട്ടഡ് സ്പീച്ചിനെ കുറിച്ച്. 3 ടൈപ്പാണ് നമുക്ക് സാധാരണഗതിയിൽ റിപ്പോർട്ട് ചെയ്യാനുണ്ടാവുക. ഒന്ന് WH ക്വസ്റ്റ്യൻസ് ആണ്. രണ്ടാമത്തെ ടൈപ്പ് എന്ന് പറയുന്നത് യെസ് ഓർ നോ ക്വസ്റ്റ്യൻസ് ആണ്. മൂന്നാമത്തെ ടൈപ്പ് എന്ന് പറയുന്നത്, ഇനി അതൊരു ക്വസ്റ്റ്യൻ അല്ല, അതൊരു റിപ്ലൈ ആണ്, അല്ലെങ്കിൽ അതൊരു സ്റ്റേറ്റ്മെന്റ് ആണ്. സോ ഈ 3 ടൈപ്പിനെ കുറിച്ചും നമ്മളൊരു ഡെഡിക്കേറ്റഡ് വീഡിയോ ചെയ്തിട്ടുണ്ട് റിപ്പോർട്ടഡ് സ്പീച്ചിനെ കുറിച്ച്. ഒരു 15 മിനിറ്റിൽ താഴെ വരുന്നുള്ള ആ വീഡിയോ. ആരെങ്കിലും ഇതിനോടകം അത് കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് അതൊന്ന് പോയി കാണുക. എന്നുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ റിപ്പോർട്ടഡ് സ്പീച്ചിനെ കുറിച്ച് ഫർദർ പറഞ്ഞിട്ട് കാര്യമുള്ളൂ. സോ സാധാരണഗതിയിൽ നമ്മളോട് ഏറ്റവും കൂടുതൽ ചോദിച്ച് കാണാറുള്ളത് ഇതാ ഈ യെസ് ഓർ നോ ക്വസ്റ്റ്യൻ, അതുപോലെ തന്നെ റിപ്ലൈ അല്ലെങ്കിൽ സ്റ്റേറ്റ്മെന്റുമാണ്. പക്ഷെ ഈ 3 നിങ്ങൾ പഠിച്ചു വെക്കുന്നത് നിർബന്ധമാണ്. സോ നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ഇത് ഏത് കാറ്റഗറിയിൽ വരുന്നതാണ്, ഇതിനെങ്ങനെ റിപ്പോർട്ട് ചെയ്യാം എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. ഒന്ന്, മാർത്ത ചോദിക്കുന്നത് ഡിഡ്ന്റ് യു അക്സെപ്റ്റ് ദ മണി ദാറ്റ് ഗ്രഷാം ഓഫേർഡ് എന്നുള്ളതാണ്. ഇതിന്റെ ടൈപ്പ് എങ്ങനെ മനസ്സിലാക്കാം? ഇത് ഓക്സിലറി വെർബ് വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഡിഡ്ന്റ് യു ഓക്സിലറി വെർബ് വെച്ചിട്ടാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇതൊരു യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആണ്. സോ യെസ് ഓർ നോ ക്വസ്റ്റ്യൻ റിപ്പോർട്ട് ചെയ്യുന്ന സമയത്തും നമുക്ക് ആദ്യം വേണ്ടത് ഇതിന്റെ സ്പീക്കറാണ്. സ്പീക്കറിന്റെ താഴേക്ക് എടുത്ത് എഴുതുക മാർത്ത. ഇനി ഇതൊരു ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് തന്നെ ഇതിന്റെ റിപ്പോർട്ടിംഗ് വെർബ് ആസ്ക്ഡ് എന്നുള്ളതായിരിക്കും. മാർത്ത ആസ്ക്ഡ്. ഇനി നമുക്ക് വേണ്ടത് ഒരു ലിങ്കിങ് വേർഡാണ്. ഇവിടെ ഒരു ക്വസ്റ്റ്യൻ വേർഡ് ഇല്ലാത്തതുകൊണ്ട് ലിങ്കിങ് വേർഡാണ്. ഇഫോ വെദറോ നമുക്ക് യൂസ് ചെയ്യാം. തൽക്കാലം നമുക്ക് എന്ത് യൂസ് ചെയ്യാം? ഇഫ് യൂസ് ചെയ്യാം. മാർത്ത ആസ്ക്ഡ് ഇഫ്. യു എന്നുള്ളതാണ് ഇവിടുത്തെ സബ്ജക്റ്റ്. നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് കൺവേർട്ട് ചെയ്യേണ്ട സെന്റൻസിൽ ആദ്യം കൊടുക്കേണ്ടത് അതിന്റെ സബ്ജക്റ്റ് ആണ്. ഇവിടെ യു ആണ് സബ്ജക്റ്റ്. യു താഴേക്ക് വരുമ്പോൾ എന്തായിട്ട് മാറും? ഹി ആയിട്ട് മാറും. മാർത്ത ആസ്ക്ഡ് ഇഫ് ഹി. ഡിഡ് എന്നുള്ളത് എന്തായിട്ട് മാറും? നമ്മളൊരു ലിസ്റ്റ് കൊടുത്തിരുന്നു ഇന്നലെ. ഡിഡ് എന്നുള്ളത് എന്തായിട്ട് മാറും? ഹാഡ് ആയിട്ട് മാറും. ഓക്കെ, ഹാഡ് പ്ലസ് V3 ആവും. ഈ അക്സെപ്റ്റ് എന്നുള്ളത് അക്സെപ്റ്റഡ് എന്നുള്ളതാവും. സോ മാർത്ത ആസ്ക്ഡ് ഇഫ് ഹി ഹാഡ് accepted the money that Gresham offered എന്നുള്ളതാണ് കൊടുത്തത്. അപ്പൊ ഇവിടെ ഓഫേർഡ് എന്നുള്ളത് എന്താ? ഇത് V2ലാണ് പോകുന്നത്. അപ്പോൾ ഓൾറെഡി V2 ഉള്ള സാധനം എന്തായിട്ട് മാറും? ഹാഡ് പ്ലസ് V3യിലേക്ക് മാറും. അപ്പം ഗ്രഷാം ഹാഡ് ഓഫേർഡ് എന്നുള്ളതായിട്ട് മാറും. ഇനി ബാൾഡ്വിൻ അതിന്റെ റിപ്ലൈ കൊടുക്കുന്നതാണ് രണ്ടാമതായിട്ട് നമുക്ക് കൺവേർട്ട് ചെയ്യാനുള്ളത്. ഓക്കെ, സോ ബാൾഡ്വിൻ റിപ്ലൈഡ് എന്നുള്ളത് നമ്മൾ യൂസ് ചെയ്യാനുള്ള കാരണം എന്താ? ഇതൊരു റിപ്ലൈ ആയതുകൊണ്ടാണ്. ബാൾഡ്വിൻ റിപ്ലൈഡ്. ദാറ്റ് എന്നുള്ളതാണ് നമ്മുടെ ലിങ്കിങ് വേർഡ്. ദാറ്റ്. ഐ എന്തായിട്ട് മാറും? ഹി ആയിട്ട് മാറും. ഈ ഹാവ് എന്തായിട്ട് മാറും? ഹാഡ് ആയിട്ട് മാറും. ഹി ഹാഡ് ലിവ്ഡ് ആൻഡ്
an honorable life, an honorable life all these years. ഈ ആൻഡ് സോ എന്നുള്ളത് വേണമെങ്കിൽ നമുക്ക് ആൻഡ് ദെർഫോർ എന്നുള്ളതും ആക്കി മാറ്റാം. ആൻഡ് ദെർഫോർ ഐ എന്തായിട്ട് മാറും? വീണ്ടും ഹി ആയിട്ട് മാറും. വോണ്ട് എന്തായിട്ട് മാറും? വുഡ് നോട്ട് എന്നുള്ളതായിട്ട് മാറും. ഹി വുഡ് നോട്ട് ടേക്ക് bribe from anyone എന്നുള്ളതാവും നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത്. സോ ഇതിൽ നിന്ന് നമ്മൾ രണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കി. ഒന്ന്, യെസ് ഓർ നോ ക്വസ്റ്റ്യൻസിനെ എങ്ങനെ റിപ്പോർട്ട് ചെയ്യാം എന്നുള്ളത് മനസ്സിലാക്കി. രണ്ട്, നമ്മൾ അതിന്റെ മറുപടി എങ്ങനെ കൊടുക്കാം, ഒരു റിപ്ലൈ എങ്ങനെ കൊടുക്കാം എന്നുള്ളതും നമ്മൾ മനസ്സിലാക്കി. റിപ്പോർട്ടഡ് സ്പീച്ചിന് വളരെയധികം സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും ഇത്. നിങ്ങളോടൊരു 2 മാർക്കിനോ മാക്സ് ഒരു 4 മാർക്കിന് വരെ ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. സോ റിപ്പോർട്ടഡ് സ്പീച്ചിനെ കുറിച്ച് ആ ഒരു ഡെഡിക്കേറ്റഡ് വീഡിയോ നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടില്ലെങ്കിൽ ദയവ് ചെയ്ത് അതൊന്ന് പോയി കാണുക. രണ്ടാമത്തെ ടൈപ്പ് അല്ലെങ്കിൽ രണ്ടാമതായിട്ട് ഏറ്റവും പ്രോബബിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഒരു 4 മാർക്കിന് നമ്മളോട് ചോദിക്കാൻ പോകുന്ന എഡിറ്റിങ്ങിന്റെ ക്വസ്റ്റ്യൻ ആയിരിക്കും. ഞാൻ പറഞ്ഞല്ലോ, എഡിറ്റിങ്ങിൽ സാധാരണഗതിയിൽ നമുക്ക് ഹിന്റുകളൊന്നും തരാറില്ല. പക്ഷെ ഇവിടെ നമുക്കിത് കുറച്ച് ഹിന്റുകൾ തന്നിട്ടുണ്ട്. എ ഫ്യൂ ഇറേഴ്സ് ഹാവ് ക്രെപ്റ്റ് ഇൻ ദ ഫോളോയിങ് സെന്റൻസ്, എഡിറ്റ് ഇറ്റ്. പക്ഷേ ഇറേഴ്സ് ആർ ഇൻ ദ ഫോളോയിങ് ഏരിയസ്. ഏതൊക്കെ ഏരിയകളിലാണ് നമുക്ക് എഡിറ്റ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഇറർ വന്നിരിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ച് അവിടെ കൃത്യമായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഒന്ന് ഫോമാണ്, അത് മിക്കവാറും വെർബിന്റെ ഫോമിലായിരിക്കും. ആർട്ടിക്കിൾ ആണ്, എ ആൻഡ് ദ എന്നൊക്കെ പറയുന്ന ആർട്ടിക്കിൾ ആണ്. മൂന്നാമത്തേത് സ്പെല്ലിംഗ് ഇറർ ആണ്. 4 പ്രപ്പോസിഷന്റെ ഇറർ ആണ്. സോ 4 മാർക്കിനായിരിക്കും ഇത് ചോദിക്കുക. അപ്പൊ നേരത്തെ 2ഉം ഇപ്പത്തെ 4ഉം കൂടി ആയിട്ട് 6 മാർക്കിനാണ് നമ്മളിപ്പോ ഗ്രാമറിൽ ഉറപ്പിക്കാൻ പറ്റുന്ന സാധനം ചോദിക്കുന്നത്. എഡിറ്റിംഗിൽ നമുക്ക് എന്ത് ചെയ്യാം? ഇതൊരു എക്സാമ്പിൾ ആയിട്ട് എടുക്കാം. ഐ വുഡ് നോട്ടീസ്ഡ് a woman sitting by a side of the road portioning out all too meager amounts to dal and rice for her family. ഇതിനെങ്ങനെ നമുക്ക് മാറ്റി എഴുതാം? ഇതിൽ ആദ്യം ഫോമിൽ എന്തോ ഒരു വ്യത്യാസം ഉണ്ടെന്ന് പറയുന്നുണ്ട്. ഐ വുഡ് നോട്ടീസ്ഡ് എന്ന് നമ്മൾ പറയില്ല. കാരണം വുഡ് വന്നു കഴിഞ്ഞാൽ, വുഡോ വില്ലോ വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അതിന്റെ വെർബിന്റെ സെക്കൻഡ് ഫോമിൽ എഴുതരുത്, V2 എഴുതരുത്. ഇത് V1 ആണ് വരേണ്ടത്. ദാറ്റ് ഈസ് ഇവിടെ നോട്ടീസ് എന്ന് മാത്രം മതി. നോട്ടീസ് എ വുമൻ സിറ്റിംഗ് ബൈ എ സൈഡ് ഓഫ് എന്ന് നമ്മൾ പറയില്ല. ഇവിടെ ആർട്ടിക്കിളിന് ഒരു പ്രശ്നമുണ്ട്. ഒരു സൈഡ് എന്ന് പറയില്ല, കാരണം ആ സൈഡ് ഡെഫിനിറ്റ് ആയിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ നമ്മളിവിടെ ദ ആണ് യൂസ് ചെയ്യേണ്ടത്. എ സൈഡ് ഓഫ് ദ റോഡ് എന്നല്ല പറയേണ്ടത്. പോർഷനിങ് ഔട്ട് ഓൾ ടു മീഗർ. മൂന്നാമത്തേത് ഇവിടെ പറഞ്ഞിരിക്കുന്നത് സ്പെല്ലിംഗ് എറർ ആണ്. മീഗർ എന്ന് വെച്ചാൽ എന്താ? തുച്ഛമായത് എന്നുള്ള ഒരു അർത്ഥത്തിലാണ്. അപ്പൊ മീഗറിന്റെ സ്പെല്ലിംഗ് വരുന്നത് ഇതാണ്. മീഗർ എന്നുള്ളതിന്റെ സ്പെല്ലിംഗ് വരുന്നത് ഇതാണ്. അമൗണ്ട്സ് ടു ദ മീഗർ അമൗണ്ട്സ് ടു ദാലാണോ വരേണ്ടത്? മീഗർ അമൗണ്ട്സ് ഓഫ് ദാൽ മീഗർ അമൗണ്ട്സ് ഓഫ് ദാൽ. പ്രപ്പോസിഷൻസിന്റെ ഒരു മിസ്റ്റേക്ക് വന്നിരിക്കുന്നു. ആൻഡ് റൈസ് ഫോർ ഹർ ഫാമിലി. സോ മെയിൻ ആയിട്ടില്ലേ എഡിറ്റിംഗിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒന്ന്, സബ്ജക്ട് വേർബ് അഗ്രിമെന്റ്. ഇതാണ് ഒന്നാമതായിട്ട് നമ്മളോട് ചോദിക്കുക. രണ്ടാമത്തെ ടൈപ്പ് ടെൻസസ് ആയിരിക്കും. ടെൻസസ് സിമ്പിൾ പാസ്റ്റിൽ നിന്ന് സിമ്പിൾ പ്രസന്റിലേക്കോ അല്ലെങ്കിൽ പാസ്റ്റ് പെർഫെക്റ്റിൽ നിന്ന് സിമ്പിൾ പാസ്റ്റിലേക്കോ അങ്ങനെ എന്തെങ്കിലും ചെറിയ മാറ്റങ്ങൾ ടെൻസസിൽ വരുത്താനുള്ള ക്വസ്റ്റ്യൻസ് എപ്പോഴും വരാറുണ്ട്. 3 ആർട്ടിക്കിൾ തന്നെയാണ് എപ്പോഴും ചോദിക്കാറുള്ളത്. ആർട്ടിക്കിൾ ചോദിക്കാറുണ്ട്. 2 ഇതുപോലെ സ്പെല്ലിംഗ് മിസ്റ്റേക്കുകൾ കുറവാണ്, പക്ഷെ എന്നാലും സ്പെല്ലിംഗ് മിസ്റ്റേക്സും നമുക്ക് അവിടെ പ്രതീക്ഷിക്കാം. പിന്നെ പ്രപ്പോസിഷൻസും അത്യാവശ്യം സാധ്യതയുള്ള ഒരു സാധനമാണ്. പ്രപ്പോസിഷൻസും നമ്മളോട് ചോദിക്കാറുണ്ട്. പക്ഷെ ഈ ഫോം നിങ്ങൾ ശ്രദ്ധിച്ചാൽ സബ്ജക്ട് വേർബ് അഗ്രിമെന്റ് എന്തായാലും നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. ഇനി എഡിറ്റിങ്ങിനെ കുറിച്ച് നിങ്ങൾക്ക് കൂടുതലായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എഡിറ്റിങ്ങിനെ കുറിച്ച് ഞാനൊരു സെപ്പറേറ്റ് ഡെഡിക്കേറ്റ് വീഡിയോ ചെയ്തിട്ടുണ്ട്. ഒരു 10-15 മിനിറ്റേ ഉള്ളൂ. അതിൽ കംപ്ലീറ്റ് എഡിറ്റിങ്ങിന്റെ കാര്യങ്ങളെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതൊന്ന് പോയി കണ്ടേക്ക്. സോ ഇത്രയാണ് നമ്മൾ എഡിറ്റിങ്ങിൽ മനസ്സിലാക്കേണ്ടത്. ഈ 4 മാർക്ക് എന്തായാലും നിങ്ങളോട് നാളത്തെ എക്സാമിന് ചോദിക്കാൻ വേണ്ടി പോകുന്നതായിരിക്കും. സോ റിപ്പോർട്ടഡ് സ്പീച്ച്, എഡിറ്റിംഗ്, ഇതാണ് നമ്മളോട് ഗ്രാമറിൽ ഏറ്റവും കൂടുതൽ ചോദിക്കാൻ സാധ്യതയുള്ള 2 ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. ഇനി നമുക്കിത് ഏറ്റവും കൂടുതൽ തവണ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിട്ടുള്ളതും ഇതില്ലാത്തൊരു ക്വസ്റ്റ്യൻ പേപ്പർ ഞാൻ കണ്ടിട്ടില്ല ഇതുവരെ. 1-2 മോഡലിനോ ക്രിസ്മസിനോ ഒക്കെ ഇല്ലെങ്കിലേ ഉള്ളൂ. പക്ഷെ സ്പീച്ച് എല്ലാ പ്രാവശ്യം ചോദിക്കാറുണ്ട്. സ്പീച്ചിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് അറിയോ?
സ്പീച്ചിനെ നമുക്ക് സ്ട്രെച്ച് ചെയ്തിട്ട് എത്ര മാർക്കിനും ചോദിക്കാവുന്നതാണ്. സാധാരണഗതിയിൽ 8 മാർക്ക് വരെയാണ് ചോദിക്കാറുള്ളത്. 6 മാർക്കിന്റെയും ക്വസ്റ്റ്യൻസ് കാണാറുണ്ട്, 8 മാർക്കിന്റെയും ക്വസ്റ്റ്യൻസ് കാണാറുണ്ട്. ഇതേ ഒരു ക്വസ്റ്റ്യൻ നോക്കിക്കോ, ഇത് ഐദർ മോഡലിനാണ് അല്ലെങ്കിൽ 2024 പബ്ലിക്കിനും ചോദിച്ചിട്ടുള്ളതാണ്. യു ആർ വൺ ഓഫ് ദ പാർട്ടിസിപ്പന്റ് ഓഫ് എ പാനൽ. ഓ, ഇതില്ലേ നമ്മളോട് ഒരേ ക്വസ്റ്റ്യൻ പേപ്പറിലുള്ള 2 സ്പീച്ചിന്റെ ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ 6ഉം 8 മാർക്കും എത്രയായി? 14 മാർക്ക് സ്പീച്ചിന് തന്നെ ചോദിച്ചു. സ്പീച്ചിന്റെ 2 ക്വസ്റ്റ്യൻ വന്നു. 6 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ഇങ്ങനെയായിരുന്നു: യു ആർ വൺ ഓഫ് ദ പാർട്ടിസിപ്പൻസ് ഓഫ് എ പാനൽ ഡിസ്കഷൻ ഓൺ ദ ടോപ്പിക് ദ റോൾ ഓഫ് എഡ്യൂക്കേഷൻ ഇൻ എംപവറിംഗ് വിമൻ. You are asked to welcome the panelist and introduce the topic. Draft the introductory speech. അല്ലേ, ഇവിടെ നമ്മൾ ഒരു പാനൽ ഡിസ്കഷന് പോയിരിക്കുകയാണ്. അവിടുത്തെ വിഷയം എന്ന് പറയുന്നത് ദ റോൾ ഓഫ് എഡ്യൂക്കേഷൻ എന്നുള്ളതാണ്. അതിനെക്കുറിച്ച് ഒരു ഇൻട്രൊഡക്ടറി സ്പീച്ച് അല്ലെങ്കിൽ ആമുഖ പ്രസംഗം പറയാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. പറഞ്ഞുതരാം എങ്ങനെയാണ് ഒരു വൃത്തിക്ക് ഒരു സ്പീച്ച് എഴുതേണ്ടത്, അതിൽ എന്തൊക്കെ കാര്യങ്ങൾ വേണം എന്നുള്ളത് ഞാൻ ബേസിക് ആയിട്ട് പറഞ്ഞുതരാം. രണ്ടാമത്തെ ഒരു ക്വസ്റ്റ്യൻ നോക്കിക്കോ. ഡോക്ടർ ഹാർഡിൻ ബി ജോൺസ്, ഇത് വന്നിരിക്കുന്നതില്ലേ, ഇത് നമ്മുടെ 3 L's ഓഫ് എംപവർമെന്റിൽ നിന്നാണ് കേട്ടോ. 3 L's ഓഫ് എംപവർമെന്റിൽ നിന്നാണ് ഈ സ്പീച്ചിന്റെ ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. ഇനി 8 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. അതേ ക്വസ്റ്റ്യൻ പേപ്പറുള്ള 8 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ഇങ്ങനെയായിരുന്നു: ഡോക്ടർ ഹാർഡിൻ ബി ജോൺസ് ഡീറ്റെയിൽസ് ദ നെഗറ്റീവ് ഇമ്പാക്ട് ഓഫ് ആൽക്കഹോൾ ആൻഡ് ഇൻടോക്സിക്കൻസ് ആൻഡ് ദ ഹെൽത്ത് ഇഷ്യൂസ് ദാറ്റ് ഡ്രഗ് അബ്യൂസ് മേ റിസൾട്ട് ഇൻ. It is high time we sensitized our youth on the ill effects of drugs. You are asked to deliver a speech addressing a group of children in your junior classes. Draft the likely speech using the points from the article Dangers of Drug Abuse. So, നിങ്ങൾ ഇതിൽ നിന്ന് ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത് +2 ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്കിലുള്ള സ്പീച്ച് ചോദിക്കാൻ പറ്റുന്ന ഏറ്റവും 2 ഏരിയകൾ എന്ന് പറയുന്നത്, ഏറ്റവും നല്ല ഏരിയകൾ എന്ന് പറയുന്നത്, ഒന്ന് വുമൻ എംപവർമെന്റ് ആയിരിക്കും, 2 ഡ്രഗ് റിലേറ്റഡ് ആയിട്ടുള്ളതായിരിക്കും, ഡ്രഗ് അബ്യൂസ് ആയിരിക്കും. ഏറ്റവും കൂടുതൽ തവണ ചോദിച്ചിട്ടുള്ളത് ഈ 2 ഏരിയകളിൽ നിന്നാണ് സ്പീച്ച് ചോദിച്ചിട്ടുള്ളത്. ഇനി ഇൻ കേസ് നിങ്ങളോട് സ്പീച്ച് അല്ല ചോദിക്കുന്നത്, അതൊരു എസ്സേയോ അല്ലെങ്കിൽ അതൊരു ആർട്ടിക്കിളോ ആണെന്നുണ്ടെങ്കിലും ഇതേ കണ്ടന്റ് തന്നെ നമുക്ക് കൊടുക്കാൻ പറ്റുന്നതാണ്. അതുകൊണ്ട് തന്നെ ഈ 2 കാറ്റഗറിയിലും ഇല്ലേ അത്യാവശ്യം പോയിന്റുകൾ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്ക്. നമ്മുടെ കഴിഞ്ഞ ലൈവിൽ ഞാൻ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. രണ്ട് വിഷയങ്ങളെ കുറിച്ചും അത്യാവശ്യം പോയിന്റുകൾ ഞാൻ തന്നിട്ടുണ്ട്. ഒന്ന് വുമൻ എംപവർമെന്റ് ആണ്. 4 ചാപ്റ്റർ ഉണ്ട് വുമൻ എംപവർമെന്റിനെ കുറിച്ച് പല തരത്തിൽ. ഒന്നിപ്പോൾ 3 L's ഓഫ് എംപവർമെന്റിൽ പറയുന്നുണ്ട്, മാച്ച് ബോക്സിൽ നമുക്ക് വുമൻ എംപവർമെന്റിനെ കുറിച്ച് പറയുന്നുണ്ട്. മൂന്നാമത് പിന്നെ ഏതാ മാച്ച് ബോക്സ്, പിന്നെ എനി വുമനിൽ നമ്മൾ പറയുന്നുണ്ട്. പിന്നെ ഈവൻ നമ്മുടെ വാങ്കാരി മാതായുടെ അതിൽ പോലും വുമൺ എംപവർമെന്റിന് ചെറിയൊരു കാര്യം പറയുന്നുണ്ട്, ഗ്രീൻ ബെൽറ്റ് മൂവ്മെന്റിനെ കുറിച്ച് പറയുന്നുണ്ട്. സോ ഈ ഒരു 2 സബ്ജക്റ്റിൽ നിന്നായിരിക്കും സ്പീച്ച് വരുന്നത്. അതല്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ എൻവയൺമെന്റിനെ കുറിച്ചൊക്കെ ആയിരിക്കും, വാങ്കാരി മാതായുടെ ആ ഒരു ബേസിസിലായിരിക്കും. പക്ഷെ ഈ രണ്ട് ടോപ്പിക്കാണ് ഏറ്റവും കൂടുതൽ സാധ്യത ഉള്ളത് എന്നുള്ളത് മനസ്സിലാക്കുക. ഇനി നമുക്ക് ഒരു സ്പീച്ച് എങ്ങനെയാണ് എഴുതേണ്ടത് എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. നമുക്ക് ഓൾറെഡി അറിയാവുന്നതാണ്, സ്പീച്ച് സ്റ്റാർട്ട് ചെയ്യേണ്ടത് നമ്മൾ ഓഡിയൻസിനെ ഗ്രീറ്റ് ചെയ്തുകൊണ്ടാണ്. ഗുഡ് മോർണിംഗ് എവ്രി വൺ എന്നോ അല്ലെങ്കിൽ നമ്മൾ ആ ഒരു ഒക്കേഷൻ എന്താണെന്നുള്ളത് മനസ്സിലാക്കണം. ഇപ്പോൾ ഒരു സ്കൂൾ അസംബ്ലിയിലാണ് നമ്മൾ സംസാരിക്കുന്നുണ്ടെങ്കിൽ റെസ്പെക്റ്റഡ് ടീച്ചേഴ്സ് ആൻഡ് മൈ ഡിയർ ഫ്രണ്ട്സ് എന്ന് തന്നെ പറയണം. കാരണം നമ്മൾ സ്കൂളിലുള്ള കുട്ടികളെയും അവിടുത്തെ ടീച്ചേഴ്സിനെയാണ് അഡ്രസ്സ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഓഡിയൻസ് ആരാണെന്നുള്ളത് മനസ്സിലാക്കാനാണ് ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്. 2, നമ്മൾ ആ ഒരു ടോപ്പിക്കിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുക. അപ്പോൾ ലെറ്റ്സ് സേ നമ്മൾ വുമൺ എംപവർമെന്റിനെ കുറിച്ചിട്ടാണ് പറയുന്നുണ്ടെങ്കിൽ ഐ വുഡ് ലൈക്ക് ടു ടോക്ക് അബൌട്ട് വുമൺ എംപവർമെന്റ് എന്നുള്ളത് തന്നെ നിങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് പറയണം. 3, ഇനി ഒന്നാമത്തെ പാരഗ്രാഫിലല്ലേ വളരെ സിമ്പിൾ ലാംഗ്വേജിൽ നമ്മൾ എന്തിനെ കുറിച്ചാണ് സംസാരിക്കുന്നത് അതിനെക്കുറിച്ചൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് പറയാം. വുമൺ എംപവർമെന്റിനെ കുറിച്ച് നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്ക് നോളജ് ഇല്ലാന്നുണ്ടെങ്കിലും നിങ്ങളുടേതായ ഭാഷയിൽ സ്ത്രീ ശാക്തീകരണത്തിനെ കുറിച്ച് നിങ്ങൾക്ക് എഴുതാൻ വേണ്ടി പറ്റും. ഇനി 4, നമ്മൾ പറഞ്ഞ കാര്യങ്ങളെ സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, വാലിഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ നമുക്ക് കുറച്ച് ഫാക്റ്റുകൾ പറയാം. ഈ ഫാക്റ്റുകൾ പറയാൻ വേണ്ടിയിട്ട് ടെക്സ്റ്റ് ബുക്ക് തന്നെ വേണമെന്നൊന്നുമില്ല. നമുക്ക് നമ്മുടെ വ്യൂ പോയിന്റുകളോ നമ്മൾ ഈ അടുത്ത് വായിച്ചിട്ടുള്ള കാര്യങ്ങളോ നമ്മൾ ന്യൂസുകളിൽ കണ്ടിട്ടുള്ള കാര്യങ്ങളോ നിങ്ങൾക്ക് അവിടെ പറയാവുന്നതാണ്. 5, കീപ് യുവർ സെന്റൻസസ് ഷോർട്ട് ആൻഡ് ഈസി ടു അണ്ടർസ്റ്റാൻഡ്. അല്ലെ, നമുക്ക് നമ്മൾ സംസാരിക്കുന്ന ആ ഒരു രീതിയിലാണ് ഇത് എഴുതുക. പക്ഷെ ഈ പോയിന്റ് അത്ര നിർബന്ധമല്ല, എന്നാലും ശ്രദ്ധിക്കാം. ഇനി പോസിറ്റീവ് ആൻഡ് ഇൻസ്പയറിംഗ് ലൈൻസ് ഇഫ് പോസിബിൾ. അല്ലെ, നമ്മളൊരു സ്പീച്ച് പറയുന്ന സമയത്ത് സ്പീച്ചിന്റെ ഒരു താളം വരണം. അല്ലെ, നമ്മൾ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളും കൂടെ പറയണം. എന്ന് വെച്ചാൽ സ്ത്രീ ശാക്തീകരണത്തിന് നമുക്കൊരു സൊല്യൂഷൻ കൊണ്ടുവരാൻ പറ്റുമെങ്കിൽ, ഇന്ന കാര്യങ്ങളൊക്കെ നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റിക്കഴിഞ്ഞാൽ ഇതിനൊരു മാറ്റം കൊണ്ടുവരാൻ പറ്റും എന്നൊക്കെ നമുക്ക് പ്രപ്പോസ് ചെയ്യാം. പിന്നെ അതപ്പോൾ ഡ്രഗ് അബ്യൂസിന്റെ കാര്യത്തിലും അങ്ങനെ തന്നെയാണ്.
എന്തൊക്കെ മാറ്റങ്ങളാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്നുള്ളത് കൂടെ ഇവിടെ മെൻഷൻ ചെയ്യാം. പിന്നെ ഒരു സ്ട്രോങ് കൺക്ലൂഷനോ ഒരു മെസ്സേജോ പറഞ്ഞുകൊണ്ടായിരിക്കണം നമ്മുടെ സ്പീച്ച് എൻഡ് ചെയ്യേണ്ടത്. ഇത്ര മാത്രമേ ഉള്ളൂ. അവസാനത്തിലേക്ക് വരുമ്പോൾ നിങ്ങൾ താങ്ക് യു എന്നോ ജയ് ഹിന്ദ് എന്നോ ജയ് കിസാൻ എന്നോ എന്തെങ്കിലും ഒന്ന് പറഞ്ഞുകൊണ്ട് താങ്ക്സ് പറഞ്ഞുകൊണ്ടായിരിക്കണം സ്പീച്ച് വൈൻഡപ്പ് ചെയ്യേണ്ടത്. ഇത്ര മാത്രമേ ഉള്ളൂ നമ്മൾ സ്പീച്ചിൽ ശ്രദ്ധിക്കേണ്ടത്. കാരണം ഇതിനങ്ങനെ പ്രത്യേകിച്ച് പറയാൻ മാത്രം ഒരു എന്താ പറയാ ഒരു ഫോർമാറ്റോ അല്ലെങ്കിൽ ഒരു ഡിസ്കോസോ ഒന്നും പറയാനില്ല. ഓക്കെ, ഇതിൽ നമ്മൾ ഡ്രഗ് അബ്യൂസിന്റെ കാര്യങ്ങളെ കുറിച്ച് നമ്മളൊരു സ്പീച്ച് കൊടുത്തിട്ടുണ്ട്. ഞാനൊന്ന് വായിച്ച് കേൾപ്പിച്ചുതരാം. ഇതിന്റെ ഒരു മെയിൻ പോയിന്റ് ഡ്രഗ് അബ്യൂസിനെ കുറിച്ചിട്ടാണ്. ഡ്രഗ് അബ്യൂസിന്റെ അവയർനെസ്സോ അല്ലെങ്കിൽ ബോധവൽക്കരണോ അങ്ങനെ എന്തെങ്കിലും ബന്ധപ്പെട്ട സാധനങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ആൽക്കഹോൾ, ഡ്രഗ്സ്, ഇൻടോക്സിക്കൻ അത് സ്കൂളുകളിലൊക്കെ വരുന്നത് അത് എത്രത്തോളം ഹാംഫുൾ ആണ്, അത് എങ്ങനെയൊക്കെയാണ് നമ്മുടെ ജീവിതത്തിന് റൂയിനിങ് അവർ ലൈഫ്സ് എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് പറയാം. നെഗറ്റീവ് എഫക്ട്സ് ഓഫ് ആൽക്കഹോൾ ആൻഡ് ഡ്രഗ്സ്, അത് ഡോക്ടർ ഹാർഡിൻ ബി ജോൺസ്, അതായത് നമ്മുടെ ചാപ്റ്ററിൽ നിന്ന് തന്നെ കുറച്ച് എക്സാമ്പിൾ എടുക്കാം. ഡ്രഗ് അബ്യൂസ് എഫക്ട്സ് ബോത്ത് ബോഡി ആൻഡ് ദ മൈൻഡ്, അത് നമ്മൾ ഇതിൽ പറയുന്നുണ്ട്. ബോഡിക്കും മൈൻഡിനും അത് എങ്ങനെയൊക്കെ ബാധിക്കുന്നു എന്നുള്ളത് ഇവിടെ പറയുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ നമ്മുടെ ലിവർ, ലങ്സ്, ഹാർട്ട്, ബ്രെയിൻ എന്നൊക്കെ പറയുന്നതിനൊക്കെ ബാധിക്കുന്നുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് തട്ടിവിടാവുന്നതാണ്. പിന്നെ മെമ്മറി ലോസ് സംഭവിക്കും, പുവർ കോൺസെൻട്രേഷൻ ആയിരിക്കും, എക്സ്ട്രീം മൂഡ് സ്വിങ്സ് ഉണ്ടാവും. പിന്നെ റിലേഷൻഷിപ്പിനെയും കരിയറിനെയും നമ്മുടെ ഫ്യൂച്ചറിനെയും ഭാവിയെയും നമ്മുടെ ആരോഗ്യത്തിനൊക്കെ അത് ബാധിക്കും എന്ന് പറയുന്നുണ്ട്. ആൻഡ് ഇറ്റ് ബിക്കംസ് വെരി ഡിഫിക്കൽട്ട് ടു ബ്രേക്ക് ഫ്രീ. ആ ഒരു അഡിക്ഷനിൽ നിന്ന് പുറത്തേക്ക് വരാനും നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാവും എന്ന് നമുക്ക് അവിടെ പറയാം. പിന്നെ ക്രൈം റേറ്റ്, ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത ക്രൈം റേറ്റുകൾ ഭയങ്കരമായിട്ട് കൂടുന്നുണ്ട്. പിന്നെ ഇത് നമ്മുടെ ഡ്രഗ്സ് നമുക്കൊരു പേഴ്സണൽ ഫ്രീഡത്തിൽ നിന്ന് ഇറ്റ് ഈസ് ആക്ച്വലി ടേക്കിംഗ് അവേ ദ പേഴ്സണൽ ഫ്രീഡം ഫ്രം അവർ ലൈഫ്സ്. പിന്നെ ഇതൊരു സ്മോൾ എക്സ്പെരിമെന്റിൽ നിന്നാണ് തുടങ്ങുന്നത്. നമ്മൾ എവിടേക്കോ നമ്മൾ എല്ലായിടത്തും കണ്ടിട്ടുണ്ട്, ആളുകൾ അനുഭവം പറയുന്നത് കണ്ടിട്ടുണ്ട്, ന്യൂസുകളിലൊക്കെ കണ്ടിട്ടുണ്ട്. അങ്ങനെ ക്വിക്ക്ലി ടേൺ ഇൻ ടു ആൻ അഡിക്ഷൻ, ഇങ്ങനെയാണ് ഒരു അഡിക്ഷൻ തുടങ്ങുന്നത് എന്ന് നമുക്ക് അവിടെ പറയാം. പിന്നെ ഇതിന് പകരമായിട്ട് നമുക്ക് ഹെൽത്തി ഹാബിറ്റ്സ്, അതാണ് ഞാൻ പറഞ്ഞത്, പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നമുക്കിവിടെ പറയാം. ഇതിന് പകരമായിട്ട് നമുക്ക് ഹെൽത്തി ഹാബിറ്റ്സ് കൊണ്ടുവരാം. നമുക്ക് ആക്ടിവിറ്റീസ് ദാറ്റ് ബിൽഡ് യുവർ ഫ്യൂച്ചർ. ഇൻസ്റ്റെഡ് ഓഫ് ടേക്കിംഗ് ഡ്രഗ്സ് വി ക്യാൻ ആക്ച്വലി ഇൻകോപ്പറേറ്റ് ഓർ ഇൻറ്റഗ്രേറ്റ് ഗുഡ് ഹാബിറ്റ്സ് ഇൻ അവർ ലൈഫ് എന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റും. പിന്നെ സ്റ്റേ അവേ ഫ്രം ഡ്രഗ്സ് ആൻഡ് ആൽക്കഹോൾ, ബിൽഡ് എ ഹെൽത്തിയർ ആൻഡ് ഹാപ്പിയർ ഫ്യൂച്ചർ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു കൺക്ലൂഷൻ കൊടുക്കുക. എന്നിട്ട് അവസാനത്തിലേക്ക് ഇതേ ഗ്രീറ്റിംഗ്സും കൂടെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ സ്പീച്ച് റെഡിയാണ്. ഒരുപാട് വാരി വലിച്ച് എഴുതണമെന്നൊന്നുമില്ല, പക്ഷെ പറയുന്ന കാര്യങ്ങൾക്ക് വ്യക്തത വേണം എന്നുള്ളത് ശ്രദ്ധിക്കാം. പിന്നെ നമ്മളോട് ചോദിക്കാൻ സാധ്യതയുള്ള ഏറ്റവും ഒരു പ്രോബബിൾ ക്വസ്റ്റ്യൻ ആണ് ക്യാരക്ടർ സ്കെച്ച് എന്ന് ക്യാരക്ടർ സ്കെച്ച്. ഇത് 6 മാർക്കിനാണ് കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ചിരിക്കുന്നത്. ഈ സ്പീച്ച് ഇത് 14 മാർക്കിനാണ് ചോദിച്ചിരിക്കുന്നത്. 14 മാർക്കിന്. ഇത് ഞാൻ അധികം കണ്ടിട്ടില്ല, ഇത്രയും 14 മാർക്കിനൊക്കെ സ്പീച്ച് മാത്രം ചോദിച്ചിരിക്കുന്നത് ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല. കഴിഞ്ഞ മോഡലിന് ഒരുപാട് ജനറൽ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. ഒരു ഡിസ്കോഴ്സിലും ഇല്ലാത്ത പാരഗ്രാഫ് റൈറ്റിംഗ്, കമന്റ് ഓൺ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. ടൈറ്റിലിന്റെ റെലവൻസ് എന്നൊക്കെ പറഞ്ഞിട്ട്. ഓക്കെ, ക്യാരക്ടർ സ്കെച്ചും ഇതുപോലെ തന്നെ സാധ്യത കൂടിയ ഒരു ക്വസ്റ്റ്യൻ ആണ് ക്യാരക്ടർ സ്കെച്ച് എന്ന് പറയുന്നത്. 6 മാർക്കിന് വരെ ചോദിക്കാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. കഴിഞ്ഞ പ്രാവശ്യം, അതായത് നമ്മുടെ മോഡൽ എക്സാമിന് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് അജിത്തിന്റെ മാച്ച് ബോക്സ് എന്ന് പറയുന്ന സ്റ്റോറിയിലുള്ള അജിത്തിന്റെ ക്യാരക്ടർ സ്കെച്ചാണ് നമ്മളോട് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അജിത്തിന്റെ ക്യാരക്ടർ സ്കെച്ച് ഇനി ചോദിക്കില്ല. അതുകൊണ്ട് തന്നെ ഈ ചാപ്റ്ററിൽ നിന്ന് ഇനി ആരുടെങ്കിലും ക്യാരക്ടർ സ്കെച്ച് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നൊമിതയുടെ ആയിരിക്കും ഈ ചാപ്റ്ററിന് കേട്ടോ. അതല്ലാതെയും ഇഷ്ടംപോലെ ക്യാരക്ടേഴ്സ് ഉണ്ട്. നമ്മുടെ രത്നയുടെ ചോദിക്കാം, നമ്മുടെ റോബർട്ട് വാൾഡ്വിന്റെ ചോദിക്കാം, നമ്മുടെ അമീഗോ ബ്രദേഴ്സ് എന്ന് ചോദിക്കാം. അമീഗോ ബ്രദേഴ്സുള്ള 2 പേരുടെയും ചോദിക്കാം. അല്ലെങ്കിൽ നമ്മുടെ ലാസ്റ്റ് ചാപ്റ്ററിലുള്ള ടീച്ചർ ഇല്ലടാ, ക്രൈം ആൻഡ് പണിഷ്മെന്റിലുള്ള ടീച്ചറുടെ ചോദിക്കാം. ഇതൊക്കെ സാധ്യതയുള്ള ക്യാരക്ടർ സ്കെച്ചുകളാണ്. പിന്നെ ഇവിടെ ഈ ക്വസ്റ്റ്യൻ നോക്കിക്കോ. അജിത്ത് ഇൻ ദ സ്റ്റോറി Matchbox is a true representative of the male-dominated society. Prepare a character sketch of Ajit, referring to his attitude to Namita and women in general. അജിത്തിന്റെ സ്ത്രീകളോടുള്ള മനോഭാവം അല്ലെങ്കിൽ ആറ്റിറ്റ്യൂഡിനെ കുറിച്ച് പറയാനാണ് ക്യാരക്ടർ സ്കെച്ചിൽ മെയിനായിട്ട് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ക്യാരക്ടർ സ്കെച്ച് ജനറലി എങ്ങനെ എഴുതണം എന്നുള്ളത് വളരെ സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ അത് നിങ്ങൾക്ക് ചാപ്റ്റർ സമ്മറി അറിയാന്നുണ്ടെങ്കിൽ ഏതിലേക്ക് മാറ്റി എഴുതാൻ പറ്റും. ഒന്നാമത്തെ കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, സ്റ്റാർട്ട് വിത്ത് ദ ക്യാരക്ടേഴ്സ് നെയിം ആൻഡ് റോൾ. അങ്ങനെ അങ്ങോട്ട് വലിച്ചു വാരി എഴുതുന്നതിന് മുന്നേ ആദ്യം ക്യാരക്ടറിന്റെ നെയിം അവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇനി ആ ക്യാരക്ടറിന്റെ റോൾ എന്താണെന്നുള്ളത് പറയണം. ഇപ്പൊ നമിതയുടെ ക്യാരക്ടർ സ്കെച്ച് ആണ് എഴുതുന്നുണ്ടെങ്കിൽ നമിത അവിടുത്തെ പ്രൊട്ടാഗണിസ്റ്റ് ആണ്.
പ്രൊട്ടാഗണിസ്റ്റ് ആണ്. സോ പ്രൊട്ടാഗണിസ്റ്റ് ആണെന്ന് എഴുതാം. അല്ലെങ്കിൽ ഇപ്പൊ അജിത്തിന്റെ ആണെങ്കിൽ പ്രൊട്ടാഗണിസ്റ്റിന്റെ ഹസ്ബൻഡ് ആണെന്ന് എഴുതാം. അല്ലെങ്കിൽ പ്രൊട്ടാഗണിസ്റ്റിന്റെ ആരായിട്ട് വരും എന്നുള്ളത് നമുക്ക് എഴുതാം. പ്രൊട്ടാഗണിസ്റ്റിന്റെ അമ്മയാണോ, പ്രൊട്ടാഗണിസ്റ്റിന്റെ ചേച്ചിയാണോ, അല്ലെങ്കിൽ ഫ്രണ്ട് ആണോ എന്നുള്ളത് നമുക്ക് അവിടെ എഴുതാൻ വേണ്ടി പറ്റും. അപ്പൊ റോള് മെൻഷൻ ചെയ്യണം, അതുപോലെ ക്യാരക്ടറിന്റെ നെയിമും ആദ്യം തന്നെ മെൻഷൻ ചെയ്യണം. രണ്ടാമത്തെ കാര്യം, മെൻഷൻ ദെയർ പേഴ്സണാലിറ്റി ട്രേറ്റ്. ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ഇതാണ് നമ്മൾ ക്യാരക്ടർ സ്കെച്ചിൽ എഴുതേണ്ടത്. അല്ലാതെ ക്യാരക്ടർ സ്റ്റോറിയുടെ നറേഷനോ സ്റ്റോറിയുടെ വേറെയുള്ള റൈറ്റപ്പ് ഒന്നും എഴുതി വെക്കരുത്. നമ്മൾ അവരുടെ ഒരു സ്വഭാവ വിശേഷണം, പേഴ്സണാലിറ്റി ട്രേറ്റ് ആണ് എഴുതേണ്ടത്. അതിൽ അവരെങ്ങനെയുള്ള ആളാണ്, കൈൻഡ് ആണോ, ക്രൂവൽ ആണോ, ബ്രേവ് ആണോ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ആദ്യം അവിടെ എഴുതി വെക്കേണ്ടത്, ആദ്യത്തെ ഒരു പാരഗ്രാഫിൽ വരേണ്ടത്. പിന്നെ ഡിസ്ക്രൈബ് ഹൗ ദേ ട്രീറ്റ് അതേഴ്സ്, അവരുടെ ഫ്രണ്ട്സിനെ, ഫാമിലിയെ, സൊസൈറ്റിയൊക്കെ. ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമ്മൾ നമിതയുടെ കേസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഹസ്ബൻഡിനെ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുന്നത്, ഫാമിലി മെമ്പേഴ്സിനെ എങ്ങനെ ട്രീറ്റ് ചെയ്യുന്നത്. രത്നയുടെ കേസിലാണെങ്കിൽ അവരുടെ കൊലീഗ്സിനെ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുന്നത്, കൂടെയുള്ള ആൾക്കാരെ എങ്ങനെ ട്രീറ്റ് ചെയ്യുന്നത്. ഇപ്പൊ അമീഗോ ബ്രദേഴ്സിലുള്ള ഫെലിക്സും അന്റോണിയും അവരെങ്ങനെയാണ് തമ്മിൽ ട്രീറ്റ് ചെയ്യുന്നത്. ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുക. മറ്റുള്ള ക്യാരക്ടേഴ്സിനെ എങ്ങനെ ട്രീറ്റ് ചെയ്യുന്നതും എന്നുള്ളത് മെൻഷൻ ചെയ്യുക. ഇനി അവർക്ക് ഇങ്ങനെയൊക്കെ വെറുതെ വായി തോന്നിയത് പറഞ്ഞാൽ പോരാ, ഇതിന് നമുക്ക് ചാപ്റ്ററിൽ നിന്ന് കുറച്ച് എക്സാമ്പിൾ കൊടുക്കാൻ പറ്റണം. ഇന്നൊരു സിറ്റുവേഷനിൽ ഇങ്ങനെയാണ് ബിഹേവ് ചെയ്തത്, അതുകൊണ്ട് നമുക്ക് പറയാൻ പറ്റും ഈ പുള്ളിക്കാരൻ കുറച്ച് ക്രൂവൽ ആയിട്ടുള്ള ഒരു മനുഷ്യനാണ്, അല്ലെങ്കിൽ ഈ മനുഷ്യൻ കുറച്ച് കൈൻഡ് ആയിട്ടുള്ള ഒരാളാണ് എന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റും. ഇനി എക്സ്പ്ലെയിൻ ദെയർ സ്ട്രെങ്ത്സ് ആൻഡ് വീക്ക്നെസ്. സ്ട്രെങ്ത്സ് ആൻഡ് വീക്ക്നെസ്, എല്ലാ ക്യാരക്ടേഴ്സിനും എന്തെങ്കിലും ഒരു സ്ട്രെങ്തോ വീക്ക്നെസ്സോ ആ സ്റ്റോറിയിൽ പറയുന്നുണ്ടാവും. അതും കൂടെ നമ്മൾ ഇവിടെ ഒന്ന് മെൻഷൻ ചെയ്യാം. പിന്നെ മെൻഷൻ ഹൗ ദേ ചേഞ്ച് ഇഫ് ദേ ഡു. അവർ മാറുന്നുണ്ടെങ്കിൽ മാത്രം. ഇപ്പൊ നമിതയുടെ കേസാണെന്നുണ്ടെങ്കിൽ നമിത ആദ്യം ഒരു പാവം പിടിച്ച, പ്രതികരിക്കാൻ ശേഷിയില്ലാത്ത, വളരെ സബ്മിസീവ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ആയിട്ടാണ് ആദ്യം കഥയിൽ നമ്മൾ ആദ്യം കാണുന്നത്. പിന്നെ അവളുടെ ശക്തി ആർജിച്ചിട്ട് ഷീസ് ആക്ച്വലി സെറ്റിംഗ് സാരി ഓൺ ഫയർ എന്നൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അപ്പൊ ആ ഒരു ട്രാൻസിഷൻ അവിടെ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. എങ്ങനെയാണ് ആ ഒരു കഥാപാത്രം മാറിയത് എന്നുള്ളതും നമുക്ക് അവിടെ കാണാൻ വേണ്ടി പറ്റും. ഇനി എൻഡ് വിത്ത് ഹൗ ദേ ഹെൽപ്പ് ഷോ ദ തീം ഓഫ് ദ സ്റ്റോറി. ഈ ക്യാരക്ടർ കഥയുടെ ഓവറോൾ തീമിനെ എങ്ങനെയാണ് നമുക്ക് കാണിച്ചു തന്നത്, എങ്ങനെയാണ് പ്രസന്റ് ചെയ്തത് എന്നും കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ ക്യാരക്ടർ സ്കെച്ചിന്റെ 6 മാർക്കും നിങ്ങൾക്ക് കിട്ടും. സോ ഈ ഒരു വീഡിയോയിൽ ഞാൻ അജിത്തിന്റെ ക്യാരക്ടർ സ്കെച്ച് ചോദിച്ച സമയത്ത് അജിത്തിനെ കുറിച്ച് വലിയതായിട്ട് ഇതിൽ പറയുന്നൊന്നുമില്ല, ഫിസിക്കൽ ഡിസ്ക്രിപ്ഷനോ അല്ലെങ്കിൽ വേറെ കാര്യങ്ങളൊന്നും പറയുന്നില്ല. പക്ഷെ ഒരുപാട് ബിഹേവിയറൽ ഓർ പേഴ്സണാലിറ്റി ട്രേറ്റുകൾ ഇതിൽ പറയുന്നുണ്ട്. സോ അതൊക്കെ മെൻഷൻ ചെയ്തുകൊണ്ട് ഞാനൊരു ക്യാരക്ടർ സ്കെച്ച് ഇവിടെ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്കൊന്ന് റെഫർ ചെയ്യാവുന്നതാണ്. കാരണം ഇനി അജിത്തിൻ്റെ വായിക്കുന്നതിൽ കാര്യമില്ല, കാരണം അജിത്തിന്റെ ക്യാരക്ടർ സ്കെച്ച് ഇനി ചോദിക്കാനുള്ള സാധ്യതയില്ല. നമിതയുടെയും ബാക്കിയുള്ള ചാപ്റ്റേഴ്സ് എന്നൊക്കെയാണ് ഏറ്റവും കൂടുതൽ ചോദിക്കാനുള്ള സാധ്യത. ഇനി ഇമെയിൽ ആണ് അടുത്തൊരു പ്രോബബിൾ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ഇമെയിൽ എന്ന് പറയുമ്പോൾ അല്ലേ അതിൽ എന്തൊക്കെ വരും എന്നറിയോ? അത് ഓൾറെഡി ലെറ്റർ എന്നുകൂടെ ഞാൻ ഉദ്ദേശിച്ചിട്ടാണ് പറയുന്നത്. ഇമെയിലും ലെറ്ററും ചെറിയ മാറ്റമേ ഉള്ളൂ, ചെറിയൊരു ഫോർമാറ്റിന്റെ ചെറിയ മാറ്റമേ ഉള്ളൂ. ഈ ലെറ്റർ തന്നെ നമുക്ക് എന്തൊക്കെ പ്രതീക്ഷിക്കാം? കംപ്ലയിന്റ് ലെറ്റർ പ്രതീക്ഷിക്കാം, അല്ലെങ്കിൽ നമുക്ക് എന്ത് പ്രതീക്ഷിക്കാം? നമുക്ക് ലെറ്റർ ടു എഡിറ്റർ പ്രതീക്ഷിക്കാം. ഓക്കെ, എന്താണ് ഇവിടെ മാറ്റം വരുന്നത്? ഇമെയിലും നമുക്ക് വളരെ ഫോർമൽ ആയിട്ട് എഴുതാം, വളരെ കാഷ്വൽ ആയിട്ടും ഇമെയിൽ എഴുതാം. പക്ഷെ ഇമെയിലിൽ നമുക്ക് ആ ഒരു ഫോർമാറ്റ് ഫോളോ ചെയ്തേ മതിയാവുള്ളൂ. ലെറ്റർ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് കാഷ്വൽ ആയിട്ട് എഴുതാം. പക്ഷെ ഈ 2 സാധനങ്ങളില്ലേ, ഈ കംപ്ലയിന്റ് ലെറ്ററും ലെറ്റർ ടു എഡിറ്ററും, ഇത് ടു ദ പോയിന്റ് ആയിരിക്കണം. വളരെ കണ്ടൻസ്ഡ് ആയിട്ട് കാര്യങ്ങൾ പറയുക എന്നുള്ളത്, കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, അതിലുള്ള ഇൻഫർമേഷൻസ് പ്രൊവൈഡ് ചെയ്യുക. ഇപ്പോൾ ലെറ്റ്സ് സേ കംപ്ലയിന്റ് ലെറ്റർ ആയിട്ട് നമുക്ക് എന്തെങ്കിലും നഷ്ടപ്പെട്ടതിനെ കുറിച്ചോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും പ്രശ്നത്തിനെ കുറിച്ച് കംപ്ലയിന്റ് കൊടുക്കാനാണെന്നുണ്ടെങ്കിൽ ആ കംപ്ലയിന്റ് എന്താണെന്നുള്ളതും അതിന്റെ ഇൻഫർമേഷൻസും നിങ്ങളുടെ കോൺടാക്ട് ഡീറ്റെയിൽസും അവിടെ കൊടുക്കണം. അതുപോലെ ലെറ്റർ ടു എഡിറ്റർ ആണെന്നുണ്ടെങ്കിൽ അത് എഡിറ്റർക്ക് തന്നെയാണ്, ഒരു പത്രത്തിന്റെ എഡിറ്റർക്ക് തന്നെയാണ് നമ്മൾ ടു അഡ്രസ്സിൽ എന്നുള്ളതും കൂടെ നിങ്ങൾ ഉറപ്പുവരുത്തണം. സബ്ജക്റ്റ് കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം, അതിലും കാര്യങ്ങൾ എന്താണെന്നുള്ളത് കൃത്യമായിട്ട് പറയണം. ഓക്കെ, ഇവിടെ ഒരു ക്വസ്റ്റ്യൻ നോക്കിക്കോ. On the next day of the visit, Mr. Marshall sends an email to Robert Baldwin, confirming his appointment to the Third National. He also appreciates Baldwin for his honesty. Draft likely email. So, ഇത് more like ഒരു casual, ഇതൊരു ഇൻഫോർമൽ ആയിട്ടുള്ള ഒരു ഇമെയിൽ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇതൊരു ലെറ്റർ ആയിട്ടും ചോദിക്കാം, ഇതേ കണ്ടന്റ് തന്നെ ചിലപ്പോൾ ഒരു ലെറ്റർ ആയിട്ടും ചോദിക്കാം. സോ when I say email, it also includes letter and different kinds of letters. Informal letter, complaint letter and letter to editor എന്നൊക്കെ പറയുന്നതും അതിൽ ഇൻക്ലൂഡഡ് ആണ്. ഇതും ഒരു 6 മാർക്കിന് വരെ നമ്മളോട് ചോദിക്കാവുന്നതാണ്. സോ ഇമെയിലിന്റെ ഒരു ഫോർമാറ്റ് ഞാൻ പറഞ്ഞുതരാം. ഇമെയിൽ നമ്മൾ സ്ഥിരമായിട്ട് ചെയ്യുന്ന പോലെ തന്നെ ആദ്യം ഒരു പെട്ടി വരയ്ക്കുക എന്നുള്ളത്
നിർബന്ധമായിട്ടുള്ള കാര്യമാണ്. ഫ്രം അഡ്രസ് എഴുതുമ്പോഴും @gmail.com എന്നുള്ളത് എഴുതുക. അതൊരു ലെറ്റർ ആണെന്നുണ്ടെങ്കിൽ പ്രോപ്പർ അഡ്രസ്സ് തന്നെ കൊടുക്കുക. ടു അഡ്രസ്സ് അതിൻ്റെ താഴെ കൊടുക്കുക. റിസീവർ @ഇന്ന മെയിൽ അഡ്രസ് കൊടുക്കുക. ഇതും നമ്മുടെ ലെറ്റർ ആണെന്നുണ്ടെങ്കിൽ അവിടെ പ്രോപ്പർലി ഒരു അഡ്രസ്സ് കൊടുക്കണം. മാത്രമല്ല ഇതൊരു ഫോർമൽ ലെറ്റർ ആണെന്നുണ്ടെങ്കിൽ അത് ആർക്കാണെന്നുള്ളത് നിങ്ങൾ ക്വസ്റ്റ്യനിൽ നിന്ന് വായിച്ച് മനസ്സിലാക്കണം. ഇപ്പോൾ കംപ്ലൈൻറ്റ് ലെറ്റർ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഭൂരിഭാഗം കേസുകളിലും അതൊരു പോലീസുകാരൻ തന്നെയാണ് എന്നുള്ളത് നിങ്ങൾ ഉറപ്പുവരുത്തണം. അല്ലാതെ ചുമ്മാ എന്തെങ്കിലും അയാളുടെ പേര് നാളൊന്നും എഴുതി വെക്കരുത്. പിന്നെ ഡേറ്റ് എഴുതാൻ മറന്നു പോകരുത്. ഇതിനൊക്കെ ഒരു മാർക്ക് അവർ വെട്ടുട്ടോ. ഡേറ്റ് എഴുതാൻ മറന്നു പോകരുത്. സബ്ജക്റ്റില്ലേ ഇമെയിലിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങളൊരു കാഷ്വൽ ലെറ്റർ എഴുതുന്ന സമയത്ത്, ഒരു നോർമൽ ഇൻഫോർമൽ ലെറ്റർ എഴുതുന്ന സമയത്ത് ചിലപ്പോൾ നിങ്ങൾ അവിടെ സബ്ജക്റ്റ് എഴുതണമെന്ന് നിർബന്ധമൊന്നുമില്ല. പക്ഷേ നിങ്ങളൊരു ഇമെയിൽ അയക്കുന്ന സമയത്ത് അവിടെ ഒരു കോളം തന്നെ ഉണ്ട്. നിങ്ങൾ ജസ്റ്റ് ജിമെയിൽ ഒന്ന് തുറന്നു നോക്കൂ, അതിൽ സബ്ജക്റ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു കോളം തന്നെ ഉണ്ട്. പക്ഷേ നിങ്ങൾ എന്ത് ടൈപ്പ് ഓഫ് ഇമെയിൽ അയച്ചാലും അവിടെ സബ്ജക്റ്റ് കൊടുക്കുന്നത് നിർബന്ധമാണ്. ഇനി ഇതിനെയാണ് നമ്മൾ സല്യൂട്ടേഷൻ എന്ന് വിളിക്കുന്നത്. നമ്മൾ ഡിയർ ഓർ റെസ്പെക്റ്റഡ് ഫ്രണ്ട് ഓർ സാർ എന്നൊക്കെ പറയുന്നതാണ് നമ്മൾ സല്യൂട്ടേഷൻ എന്ന് പറയുന്നത്. ഇനി നമ്മൾ കാര്യങ്ങൾ പറയുന്ന ആ ഭാഗമല്ലേ, അതിനെയാണ് നമ്മൾ ബോഡി എന്ന് പറയുന്നത്. ഇവിടെ ഒന്നും കഥ എഴുതി വെക്കരുത് കേട്ടോ. ഇവിടെ നമ്മൾ ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത് എന്താണെന്നുള്ളത് മനസ്സിലാക്കുക. ഈ ബോഡിയിലെ വളരെ ഷോർട്ടായിരിക്കണം. എന്ന് വെച്ചാൽ വലിച്ച് വാരി എഴുതുന്നതിന് കാര്യമില്ല. കാരണം റിയലിസ്റ്റിക്കലി സ്പീക്കിംഗ് നമ്മൾ ഇമെയിലൊന്നും അങ്ങനെ വലിച്ച് വാരി എഴുതുന്ന ഒരു സാധനമല്ല. സോ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഇനി അവസാനം ഒരു കോംപ്ലിമെന്ററി ക്ലോസ് കൊടുക്കുക. കോംപ്ലിമെന്ററി ക്ലോസിൽ നമ്മൾ റിഗാർഡ്സ് അല്ലെങ്കിൽ ബെസ്റ്റ് വിഷസ് എന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും നമുക്കറിയാം യുവേഴ്സ് ഫെയ്ത്ത്ഫുള്ളി എന്നോ അങ്ങനെ എന്തെങ്കിലും മെൻഷൻ ചെയ്തുകൊണ്ടാണ് നമ്മൾ കോംപ്ലിമെന്ററി ക്ലോസ് കൊടുക്കേണ്ടത്. ഇനി നിങ്ങളുടെ പേരും നാളൊക്കെ എഴുതാം. കോംപ്ലിമെന്ററി ക്ലോസിൽ താങ്ക് യു എന്നോ ബെസ്റ്റ് റിഗാർഡ്സ് എന്നോ ഒക്കെ കൊടുത്തിട്ട് അതിന് താഴെ നിങ്ങളുടെ പേര് എഴുതി വെക്കുക. ദിസ് അപ്ലൈ ടു ലെറ്റേഴ്സ്, ദിസ് അപ്ലൈ ടു ഇമെയിൽസ്. രണ്ടിലാണെന്നുണ്ടെങ്കിലും ഇങ്ങനെ തന്നെയാണ്. ഇവിടെ ആകെ മാറ്റം വരുന്നത് @gmail.com എന്നുള്ള ഒരു മെയിൽ അഡ്രസ്സിലാണ് നമ്മൾ എഴുതുന്നത്. ഇവിടെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു സബ്ജക്റ്റ് മെയിലിൽ നിർബന്ധമായിട്ടുള്ള ഒരു കാര്യമാണ്. സോ ഇതും 6 മാർക്കിന് വരെ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. മറ്റൊരു പ്രോബബിൾ ക്വസ്റ്റ്യൻ ആണ് ഇന്റർവ്യൂ ക്വസ്റ്റ്യനെയർ എന്ന് പറയുന്നത്. ചില കേസുകളിൽ നമ്മളോട് ക്വസ്റ്റ്യൻസ് മാത്രമേ എഴുതാനേ ചോദിക്കുള്ളൂ. പക്ഷെ ചില കേസുകളിൽ നമുക്ക് അതിന്റെ ഉത്തരവും എഴുതേണ്ടതായിട്ട് വരും. സോ ഇതും കഴിഞ്ഞ പ്രാവശ്യം 6 മാർക്കിന് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു ഇന്റർവ്യൂ ക്വസ്റ്റ്യനെയർ എന്ന് പറയുന്നത്. സോ ഇത് വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ പിടിച്ചോ. യുവർ ക്ലാസ് ഗെറ്റ്സ് എൻ ഓപ്പർച്യൂണിറ്റി ടു വിസിറ്റ് ഷഹീൻ മിസ്ത്രി അറ്റ് ഹർ ഓഫീസ് ഇൻ മുംബൈ. Write the questions that you might ask her during an interaction and the likely responses. നമ്മുടെ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ അല്ലേ വിമൻ എംപവർമെന്റ്, ഡ്രഗ് അബ്യൂസ് അല്ലെങ്കിൽ എൻവയൺമെന്റ് ആക്ടിവിസ്റ്റ് അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഫെലിക്സിന്റെ അന്റോണിയോടെ അങ്ങനെ അവർ ചെയ്ത എന്തെങ്കിലും ഒരു ഗ്രേറ്റർ തിങ് അല്ലെങ്കിൽ ഗ്രേറ്റ്നെസ്, അവർ ചെയ്ത ഒരു മഹത്വമുള്ള ഒരു കാര്യം, ഇതിനൊക്കെ ബേസ് ചെയ്തിട്ടായിരിക്കും, ഇതിനെ കോണ്ടെക്സ്റ്റ് ആക്കിയിട്ടായിരിക്കും എപ്പോഴും നമ്മളോട് ക്വസ്റ്റ്യനെയർ എഴുതാൻ വേണ്ടി ചോദിക്കുക. നിങ്ങൾ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ഞാൻ ഇതിനെക്കുറിച്ച് ഒരുപാട് തവണ പറഞ്ഞിട്ടുണ്ട്, ഒരു പ്രാവശ്യം കൂടെ പറയാം. 2 കാര്യങ്ങളാണ് ക്വസ്റ്റ്യൻസ് എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്. ഒന്ന്, സിമ്പിൾ ക്വസ്റ്റ്യൻസ് എഴുതാൻ വേണ്ടി ശ്രദ്ധിക്കുക. സിമ്പിൾ എന്ന് വെച്ചാലല്ലേ അത് ഫ്രെയിം ചെയ്യുന്ന രീതിയിൽ ഒരു സിംപ്ലിസിറ്റി കീപ്പ് ചെയ്യുക. പക്ഷേ കോണ്ടെക്സ്റ്റുവൽ ആയിട്ടായിരിക്കണം നിങ്ങൾ ചോദിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, ഇവിടെ ഷഹീൻ മിസ്ത്രിയെ കുറിച്ചിട്ട് നമ്മൾ ചോദിക്കുമ്പോൾ അദ്ദേഹം ചെയ്ത കാര്യങ്ങളെ കുറിച്ചിട്ട് അവർ ചെയ്ത കാര്യങ്ങളെ കുറിച്ചിട്ടായിരിക്കണം നമ്മുടെ ക്വസ്റ്റ്യൻസ് പോകേണ്ടത്. ഇനിയിപ്പോൾ അതൊരു ഡ്രഗ് അബ്യൂസിനെ കുറിച്ച് നമുക്ക് ഹാർഡിൻ ബി ജോൺസണോടാണ് ചോദിക്കുന്നുണ്ടെങ്കിൽ ഡ്രഗ് അബ്യൂസ് ആയിരിക്കണം അവിടുത്തെ കോണ്ടെക്സ്റ്റ്. അല്ലെങ്കിൽ വുമൺ എംപവർമെന്റിനാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട ആരോടെങ്കിലും ആണെന്നുണ്ടെങ്കിൽ ആ ക്വസ്റ്റ്യൻസ് അത്രയും ആ കോണ്ടെക്സ്റ്റിലായിരിക്കണം ചോദിക്കേണ്ടത്. 2, നിങ്ങൾ വേറെ എന്ത് ചോദ്യം ചോദിച്ചാലും, നിങ്ങൾ എത്ര ചോദ്യം ചോദിച്ചാലും അതൊന്നും കൂട്ടൂല, അതിനൊന്നും മാർക്കും തരൂല. നിങ്ങൾ ആ വിഷയത്തിലാണ് ചോദിച്ചതെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ആ മാർക്ക് തരുള്ളൂ. 2, നിങ്ങൾ ആൻസർ എഴുതുന്ന സമയത്തില്ലേ ഒരു പാരഗ്രാഫിൽ കൂടുതലൊന്നും ഒരിക്കലും, അല്ലെങ്കിൽ ഒരു 2-3 ലൈനിൽ കൂടുതൽ ഒരിക്കലും ഉത്തരം എഴുതാൻ നിൽക്കണ്ട. കാരണം അത്രയുള്ള സമയം നമുക്ക് ഉണ്ടാവുള്ളൂ. നമുക്ക് 6 മാർക്കിന്റെ ക്വസ്റ്റ്യനാണ്. അപ്പോൾ വലിച്ചു വാരി ഒന്ന് എഴുതി വൃത്തികേടാക്കണ്ട. ഓക്കെ, ഒരു പാരഗ്രാഫൊക്കെ ആൻസർ എഴുതിയാൽ മതി കേട്ടോ. പിന്നെ ചോദിക്കുമ്പോൾ എപ്പോഴും ഓപ്പൺ എൻഡഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ ശ്രദ്ധിക്കണം. ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യൻസ് എന്ന് വെച്ചാൽ എന്താ, ഒരു വാക്കിൽ മറുപടി പറയാൻ പറ്റുന്നതോ അല്ലെങ്കിൽ ഒരു യെസ് ഓർ നോയിൽ മറുപടി പറയാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസിനെയാണ് നമ്മൾ ക്ലോസ്ഡ് എൻഡഡ് ക്വസ്റ്റ്യൻസ് എന്ന് വിളിക്കുന്നത്. അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാതിരിക്കുക. പകരം ഒരു പാരഗ്രാഫ് ഒക്കെ പ്രതീക്ഷിച്ചുകൊണ്ടുള്ള, ഒരു ആൻസർ പ്രതീക്ഷിച്ചുകൊണ്ടുള്ള
ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇതാണ് നമ്മൾ ക്വസ്റ്റ്യനെയറിൽ ശ്രദ്ധിക്കേണ്ട കാര്യം. ഫോർ എക്സാമ്പിൾ ഇവിടെ ചോദിച്ചിട്ടുണ്ട്, വാട്ട് ഇൻസ്പയർഡ് യു ടു സ്റ്റാർട്ട് ടീച്ച് ഫോർ ഇന്ത്യ. ഇത് ഷഹീൻ മിസ്റ്ററുമായിട്ട് കോണ്ടെക്സ്ച്വൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇതിൻ്റെ ഉത്തരവും ഞാനൊരു 2 to 3 സെൻറ്റൻസിൽ എഴുതിയിട്ടുണ്ട്. അപ്പോൾ സമയം എനിക്ക് സേവ് ചെയ്യാൻ വേണ്ടി പറ്റും. സോ ഈ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. വാട്ട് ഇൻസ്പയർഡ് യു ടു സ്റ്റാർട്ട് ടീച്ച് ഫോർ ഇന്ത്യ കോണ്ടെക്സ്ച്വൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇതൊരു ഓപ്പൺ എൻഡഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇത്രയും നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി ക്വസ്റ്റ്യനെയറിൽ. ഇനി ഏറ്റവും സാധ്യതയുള്ള ഏറ്റവും കൂടുതൽ കണ്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് പോയം കമ്പാരിസൺ എന്ന് പറയുന്നത്. പക്ഷെ എന്തോ ഒരു മായാജാലം കഴിഞ്ഞ മോഡലിന് നമ്മളോട് ചോദിച്ചിട്ടുള്ളത് ഒരു പോയം കമ്പാരിസൺ ആയിരുന്നു. പോയം കമ്പാരിസൺ അല്ല, അപ്രിസിയേഷൻ നോട്ടായിരുന്നു ചോദിച്ചിട്ടുള്ളത്. അങ്ങനെ ചോദിക്കാറില്ല. അൺഫെമിലിയർ ആയിട്ടുള്ള ഒരു പോയത്തിൽ നിന്നാണ് കഴിഞ്ഞ ഇതിന് ചോദിച്ചിട്ടുള്ളത്, കഴിഞ്ഞ മോഡലിന് ചോദിച്ചിട്ടുള്ളത്. പക്ഷെ ഭൂരിഭാഗം കേസുകളിലും നമ്മളോടൊരു 99% ക്വസ്റ്റ്യൻ പേപ്പറിലും ഞാൻ കണ്ടിട്ടുള്ളത് പോയം കമ്പാരിസൺ ആണ്. പോയം കമ്പാരിസണിൽ എന്തൊക്കെ കാര്യങ്ങളാണ് കമ്പയർ ചെയ്യേണ്ടത് എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ഇവിടെ നോക്കിക്കോ. റൈറ്റ് ആൻ അപ്രിസിയേഷൻ ഓഫ് ദ പോയം നെയ്ബർ ഇൻ കമ്പാരിസൺ വിത്ത് മെൻഡിങ് വാൾ ബൈ റോബർട്ട് ഫ്രോസ്റ്റ്. ഇവിടെ നെയ്ബർ എന്ന് പറഞ്ഞിട്ട് അയാൻ ക്രിസ്ത്യൻ സ്മിത്തിന്റെ ഒരു നെയ്ബർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പോയം കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഈ മെൻഡിങ് വാൾ എന്ന് പറയുന്നതും സിമിലർ തീമാണ്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഒരു ബന്ധമില്ലാത്ത 2 കവിതകൾ 2 പോയംസ് തമ്മിൽ കമ്പയർ ചെയ്യാൻ വേണ്ടി ഒരിക്കലും ചോദിക്കില്ല. അത് തമ്മിൽ തീം സിമിലർ ആയിരിക്കും, അത് തമ്മിൽ ഒരു കോമൺ തീം ഷെയർ ചെയ്യുന്നുണ്ടാവും. സോ അതിന്റെ ബേസിസിലാണ് നമ്മൾ അത് കമ്പയർ ചെയ്യാൻ വേണ്ടി ചോദിക്കുന്നത്. ഇനി കമ്പയർ ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് കമ്പയർ ചെയ്യേണ്ടത് എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ഒന്ന്, അതിന്റെ തീം സിമിലർ ആണെന്ന് പറയുമ്പോഴും അതിൽ ചെറിയ വ്യത്യാസം ഉണ്ടാവും. ഇപ്പൊ നമ്മുടെ എനി വുമനിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ അതും അമ്മയെ കുറിച്ചിട്ടാണ് പറയുന്നത്. അമ്മയെ കുറിച്ചിട്ട് നമ്മൾ 10ാം ക്ലാസ്സിൽ ഒരു കവിത പഠിച്ചിട്ടുണ്ടായിരുന്നു, മദർ ടു സൺ. പക്ഷെ എനി വുമൻ ഒരു ഹൗസ് ഹോൾഡിൽ ഇറ്റ് ആക്ച്വലി ടോക്സ് അബൌട്ട് ദ ഇമ്പോർട്ടൻസ് ഓഫ് വുമൻ ഓർ എ മദർ ഇൻ എ ഹൗസ് ഹോൾഡ് സെറ്റിംഗ്. അതിനെ കുറിച്ചിട്ടാണ് എനി വുമൻ സംസാരിക്കുന്നത്. ഓൺ ദി അതർ എൻഡ്, ഇൻ കോൺട്രറി, മദർ ടു സൺ എന്ന് പറയുന്ന പോയം ആക്ച്വലി സംസാരിക്കുന്നത് ഒരു ആഫ്രോ അമേരിക്കൻ വുമൻ സ്ട്രഗിൾ ചെയ്ത കാര്യങ്ങൾ തന്റെ മകനോട് ഒരു അഡ്വൈസ് ആയിട്ട് പറഞ്ഞു കൊടുക്കുന്നതാണ് മദർ ടു സണ്ണിൽ. തീം സിമിലർ ആണ്, പക്ഷെ മദർ എന്നുള്ളതാണ്, അല്ലെങ്കിൽ സാക്രിഫൈസ് ഓർ സ്ട്രഗിൾസ് ഓഫ് എ മദർ എന്നുള്ള തീം സിമിലർ ആണ്, പക്ഷെ അത് അവതരിപ്പിച്ചിരിക്കുന്ന രീതിയിൽ വ്യത്യാസമുണ്ട്. അപ്പൊ തീമിലുള്ള ഇത്തരം ചെറിയ വ്യത്യാസങ്ങളാണ് നമ്മൾ ഒന്നാമതായിട്ട് പറയേണ്ടത്. ഇനി അത് അവതരിപ്പിച്ചിരിക്കുന്ന ടോണിൽ ഒരു വ്യത്യാസം ഉണ്ടാവും. ചിലത് ഭയങ്കര ഇമോഷണൽ ആയിരിക്കും, ചിലത് ഭയങ്കര തോട്ട് പ്രൊവോക്കിംഗ് ആയിരിക്കും. അപ്പൊ അതിന്റെ ഒരു ടോൺ ശ്രദ്ധിക്കുക. അതിന്റെ സ്ട്രക്ചർ, ചിലതിനൊരു സ്ട്രക്ചർ ഉണ്ടാവില്ല, ഫ്രീ വേഴ്സിലായിരിക്കും ഉണ്ടാവുക, ഒരു റിതം ഒന്നും ഉണ്ടാവില്ല. അല്ലെങ്കിൽ ചിലത് സ്റ്റാൻസയിലായിരിക്കും പോവുക, 4 വരിയുടെ സ്റ്റാൻസയിലായിരിക്കും പോവുക. അത് നിങ്ങൾ ശ്രദ്ധിക്കുക, അതിന്റെ സ്ട്രക്ചർ എങ്ങനെയാണെന്നുള്ളത്. 4 വരിയിലാണോ 8 വരിയുടെ ഒക്ടേവ്സിലാണോ പോകുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക. ഇനി അതിലുള്ള പോയറ്റിക് ഡിവൈസുകൾ എന്തായാലും മെൻഷൻ ചെയ്യണം. നമ്മൾ പഠിച്ചിട്ടുള്ള പോയത്തിന്റെ പോയറ്റിക് ഡിവൈസുകൾ എന്തായാലും നിങ്ങൾക്ക് ഓർമ്മ വേണം. അതും ഈ പോയത്തിലുള്ള നമ്മൾ അൺഫെമിലിയർ ആയിട്ടുള്ള, നമുക്ക് പരിചയമില്ലാത്ത ഈ പോയത്തിന്റെ പോയറ്റിക് ഡിവൈസുകൾ നിങ്ങൾ വായിച്ചു നോക്കുക. അപ്പൊ ഈ പോയം ആദ്യം വൃത്തിക്ക് 2 പ്രാവശ്യം വായിക്കുക എന്നുള്ളതാണ് നിങ്ങൾ ആദ്യം ചെയ്യേണ്ട പരിപാടി. അതിൽ യൂസ് ചെയ്തിരിക്കുന്ന ലാംഗ്വേജ് എന്ന് വെച്ചാൽ അതിൽ ഇംഗ്ലീഷിലാണ് എഴുതിയത്, അങ്ങനെയല്ല. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മുടെ മദർ ടു സൺ എന്ന് പറഞ്ഞ പോയത്തില് നമ്മളൊരു കൊളോക്കിയൽ ലാംഗ്വേജ് ആണ് അവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. സോ ലാംഗ്വേജ് എന്ത് തരത്തിലാണ് യൂസ് ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് ലാംഗ്വേജ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ആരുടെ പെർസ്പെക്റ്റീവ് ആണ്? ഇപ്പൊ എനി വുമൻ ആണെന്നുണ്ടെങ്കിൽ അവിടുത്തെ പെർസ്പെക്റ്റീവ് എന്ന് പറയുന്നത് ഒരു അമ്മയുടെ പെർസ്പെക്റ്റീവിലാണ്. നമ്മുടെ മെൻഡിങ് വാളിലാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്പീക്കർ നെയ്ബറിനെ നോക്കി കാണുന്നതാണ് അവിടുത്തെ പെർസ്പെക്റ്റീവ് എന്ന് പറയുന്നത്. ഇനി കോണ്ടെക്സ്റ്റ്, എന്ത് കോണ്ടെക്സ്റ്റിലാണ്, എന്ത് സാഹചര്യത്തിലാണ് ഈ കവിത എഴുതിയത്, ഈ പോയം എഴുതിയത് എന്നുള്ളത് മെൻഷൻ ചെയ്യുക. ഇനി ഇത് വായനക്കാരിൽ ഉണ്ടാക്കുന്ന ഇമ്പാക്ട്, ആദ്യത്തെ പോയം നമ്മൾ പഠിച്ചിട്ടുള്ള പോയം ഉണ്ടാക്കുന്ന ഇമ്പാക്ട് എന്താ, നമുക്ക് ഫെമിലിയർ അല്ലാത്ത ഈ ഒരു പോയം ഉണ്ടാക്കുന്ന ഇമ്പാക്ട് എന്താ എന്നുള്ളതിനെ കുറിച്ച് കൃത്യമായിട്ട് പറയാം. ഓക്കെ, സോ ഇവിടെ അതെ നെയ്ബറും മെൻഡിങ് വാളും തമ്മിലുള്ള ഒരു കമ്പാരിസൺ ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇത് രണ്ടും റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ നെയ്ബേഴ്സ് എന്നുള്ള ഒരു കോമൺ തീമിനെ കുറിച്ചിട്ട് തന്നെയാണ് പറയുന്നത്. പക്ഷെ നെയ്ബർ കണക്ഷൻ ആൻഡ് യൂണിറ്റി, നെയ്ബേഴ്സ് തമ്മിലുള്ള കണക്ഷൻ ആൻഡ് യൂണിറ്റിനെ എംഫസൈസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ മെൻഡിങ് വാളിലാണെന്നുണ്ടെങ്കിൽ സെപ്പറേഷൻ ആൻഡ് ബൗണ്ടറീസ് എന്നുള്ള ഒരു തീമിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. അവിടെ ഗുഡ് ഫെൻസസ് മേക്ക് ഗുഡ് നെയ്ബേഴ്സ് എന്നുള്ളത് കവിതയിൽ തന്നെ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഇത് ഒരു ഹ്യൂമൻ ടെൻഡൻസി ടു ബിൽഡ് ബാരിയേഴ്സ്, റിലേഷൻഷിപ്പുകളിൽ അതുപോലെ തന്നെ ഫിസിക്കലായിട്ടും ബാരിയറുകൾ ഉണ്ടാക്കുന്ന ഹ്യൂമൻ ടെൻഡൻസിയെ കുറിച്ചിട്ടാണ് നമ്മുടെ മെൻഡിങ് വാൾ സംസാരിക്കുന്നത്. സോ ഇതിൻ്റെ ഒരു ടോൺ നെയ്ബറിലാണെന്നുണ്ടെങ്കിൽ അത് കുറച്ച് വാം, ഹോപ്പ്ഫുൾ, വെൽക്കമിങ് ആയിട്ടുള്ള ഒരു ടോണിലാണ് പറയുന്നത്. പക്ഷെ മെൻഡിങ് വാളിലാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി റിഫ്ലക്റ്റീവ് ആൻഡ് സ്ലൈറ്റ്ലി ക്രിട്ടിക്കൽ എന്ന് വെച്ചാൽ എന്താ,
ആളുകളെ ജഡ്ജ് അല്ലെങ്കിൽ പൊതുവെ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ച് ജഡ്ജ്മെന്റൽ ആയിട്ട് സംസാരിക്കുന്നതാണ്, കുറച്ച് ക്രിട്ടിക്കൽ ആയിട്ടാണ് ഇതിന്റെ ഒരു ടോൺ പോകുന്നത്. ഇനി സ്ട്രക്ചറലി നോക്കുകയാണെന്നുണ്ടെങ്കിൽ അല്ലേ, നെയ്ബേഴ്സ് അതൊരു പ്രത്യേക ഒരു ഫ്ലോ ഒന്നും ഇല്ലാതെ ഫ്രീ ആയിട്ട് എഴുതിയിരിക്കുകയാണ്, അതിന് പ്രത്യേകിച്ച് ഒരു റൈമിംഗ് സ്കീം ഒന്നുമില്ല. ഓൺ ദി അതർ ഹാൻഡ് മെൻഡിങ് വാളിൽ റിട്ടൺ ഇൻ ബ്ലാങ്ക് വേഴ്സ് അല്ലേ, ഒരു അതിലും ഒരു അൺറൈംഡ് ആണെന്നുണ്ടെങ്കിലും അതിലൊരു അയാമിക് പെൻറ്റാമീറ്റർ ഉണ്ട്, ഒരു താളമുണ്ട്. അയാമിക് പെൻറ്റാമീറ്റർ എന്നുള്ള പേരെന്ന് വെച്ചാൽ അതൊരു താളമുണ്ട്, ഒരു താത്തര താത്തര താത്തര. നമ്മൾ ഈ നാടകത്തിൽ ഡയലോഗൊക്കെ പറയുമ്പോണ്ടല്ലോ അതിനൊരു മുഴക്കം ഉണ്ടാവുമല്ലോ, അതിനാണ് നമ്മൾ ഈ അയാമിക് പെൻറ്റാമീറ്റർ എന്ന് പറയുന്നത്. വിത്ത് എ സ്റ്റഡി റിതം, അതിൽ ഒരു സ്റ്റഡി റിതം നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ദ പ്രോസസ് ഓഫ് മെൻഡിങ് വാൾ ഇറ്റ് സെൽഫ്. ഇനി ഇതിൽ യൂസ് ചെയ്തിരിക്കുന്ന ലിറ്റററി ഡിവൈസുകളെ കുറിച്ചിട്ടാണ് പിന്നീട് ഞാൻ പറയുന്നത്. ഇതിൽ യൂസ് ചെയ്തിരിക്കുന്ന ഇമേജറികൾ, ഇതിൽ യൂസ് ചെയ്തിരിക്കുന്ന മെറ്റഫറുകൾ, പിന്നെ ലാംഗ്വേജിന് എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. ഇതിൽ നെയ്ബറിലാണെങ്കിൽ സിമ്പിൾ ആൻഡ് ഡയറക്റ്റ് ആയ ലാംഗ്വേജ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഓൺ ദി അതർ ഹാൻഡ് മെൻഡിങ് വാളിൽ കുറച്ചുകൂടി ഡിസ്ക്രിപ്റ്റീവ് ആൻഡ് മെറ്റഫറിക്കൽ ലാംഗ്വേജ് ആണ്, കുറച്ചും കൂടി കളിയാക്കിക്കൊണ്ട് അല്ലെങ്കിൽ ചോദ്യം ചെയ്യുന്ന മെറ്റഫറിക്കൽ ആയിട്ടുള്ള മെറ്റഫറുകൾ യൂസ് ചെയ്തുകൊണ്ടുള്ള ലാംഗ്വേജ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ ഇതിന്റെ പെർസ്പെക്റ്റീവ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നെയ്ബേഴ്സിൽ സമ്മൺ ഹൂ വാല്യൂസ് യൂണിറ്റി അല്ലെങ്കിൽ ബ്രേക്കിംഗ് ബാരിയേഴ്സ് എന്നുള്ള ആ ഒരു പെർസ്പെക്റ്റീവിലാണ് കവിത പോകുന്നത്. വൈൽ മെൻഡിങ് വാൾ പ്രസൻസ് ടു കോൺട്രാസ്റ്റിംഗ് പെർസ്പെക്റ്റീവ്. വൺ ക്വസ്റ്റ്യനിങ് ദ വാൾസ് പർപ്പസ്. അതിൽ ഒരാളുടെ പെർസ്പെക്റ്റീവ് എന്താണെന്ന് വെച്ചാൽ ഒരാളുടെ പെർസ്പെക്റ്റീവ് എന്തിനാണ് ഈ വാളിന്റെ ആവശ്യം എന്നുള്ളത് ചോദ്യം ചെയ്യുന്ന ഒരു പെർസ്പെക്റ്റീവും, അതുപോലെ തന്നെ ക്ലിങ്ങിങ് ടു ട്രഡീഷൻ. ക്ലിങ്ങിങ് എന്ന് വെച്ചാൽ എന്താ, ട്രഡീഷൻ, നമ്മുടെ സാമ്പ്രദായികമായിട്ട് നമ്മൾ ട്രഡീഷണൽ ആയിട്ട് നമ്മൾ കാലാകാലങ്ങളായിട്ട് ചെയ്യുന്ന കാര്യങ്ങളിൽ സ്റ്റിക്ക് ഓൺ ചെയ്യാൻ വേണ്ടിയിട്ടാണ് രണ്ടാമത്തെ പെർസ്പെക്റ്റീവ് പറയുന്നത്. പിന്നെ നമ്മളിതാ ഇനി ഓവറോൾ ഇതിന്റെ അവസാനത്തെ ഇമ്പാക്ട് ആൻഡ് കൺക്ലൂഷനെ കുറിച്ചിട്ടാണ്. ഇത് വായിക്കുന്ന സമയത്ത്, നെയ്ബർ വായിക്കുന്ന സമയത്ത് നമുക്കൊരു സെൻസ് ഓഫ് വാംത്ത് ആൻഡ് അപ്രിസിയേഷൻ ഓഫ് ഹ്യൂമൻ കണക്ഷനെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഓൺ ദി അതർ ഹാൻഡ് മെൻഡിങ് വാൾ ചാലഞ്ചസ് ദ റീഡർ ടു തിങ്ക് അബൌട്ട് ക്രിട്ടിക്കലി അബൌട്ട് വെദർ ദ ബാരിയേഴ്സ് വി ബിൽഡ് ബോത്ത് ഫിസിക്കലി ആൻഡ് ഇമോഷണലി ട്രൂലി ഹെൽപ്പ് us or simply separate us further. മെൻഡിങ് വാളിൽ പറയുന്നത് എന്താ, മെൻഡിങ് വാളിൽ ഇവിടെ ആക്ച്വലി നമുക്കൊരു വാളിന്റെ ആവശ്യമുണ്ടോ ഇല്ലേ എന്നുള്ള കാര്യത്തിൽ നമ്മളോട് കുറച്ച് വായനക്കാരെ റിഫ്ലക്റ്റീവായിട്ട് ചിന്തിപ്പിക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരു കവിതയാണ് മെൻഡിങ് വാൾ എന്ന് പറയുന്നത്. സോ ഇത്രയും കാര്യങ്ങൾ, ഈ അക്കമിട്ട് പറഞ്ഞ ഇത്രയും കാര്യങ്ങളിലാണ് നമ്മൾ ആ കവിതയെ കമ്പയർ ചെയ്യേണ്ടത്. ഇതിന് നമുക്ക് ഏകദേശം ഒരു 8 to 10 മാർക്കിന് വരെ ചില കേസുകളിൽ ചോദിക്കാറുണ്ട്, നോട്ട് ചെയ്ത് വെച്ചോ. സോ ഇത്രയാണ് നമുക്ക് ഡെഫിനറ്റ് ആയിട്ട് നിങ്ങളോട് ചോദിക്കാൻ പോകുന്ന ക്വസ്റ്റ്യൻസ്. ഇതെന്തായാലും നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും. സോ ഈ വീഡിയോ ഇത്രയും വരെ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ 40 മാർക്ക് സെക്യൂർ ചെയ്യാൻ വേണ്ടി പറ്റും. സോ ഓൾ ദ വെരി ബെസ്റ്റ് മക്കളെ. ഈ കാര്യത്തിൽ നിങ്ങൾക്ക് ഇനി ഒരു ടെൻഷൻ വേണ്ട. താങ്ക് യു.